ഈ സിനിമയിലേക്ക് എത്തുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ കോമഡി ഉണ്ട്, എല്ലാം ഒന്ന് ഇമോഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുന്ന സിനിമയാണ്. അത്തരം സിനിമയിലേക്ക് വീണ്ടും വീണ്ടും കോമഡി കഥാപാത്രം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, മറ്റത് കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കും എന്തെങ്കിലും മാറ്റി ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റുന്നൊരു സാധനം വരുമ്പോഴത്തേക്കും ഇതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന സംഭവമല്ല. ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട് നമുക്കറിയില്ല. നടികർ എന്ന സിനിമയിൽ ടൊവിയുമായിട്ട് അഭിനയിച്ചിട്ട് ടൊവിയായിട്ട് നേരത്തെയും സൗഹൃദമുണ്ട്. ടൊവിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൊവിയാണ് എൻ്റെ പറയുന്നത് ഇങ്ങനൊരു കഥ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ കഥ പറയാൻ ഡയറക്ടർ വരുന്നുണ്ട്, കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നടികറിൻ്റെ ഒരു പ്രൊമോ സോങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവൻ വരുന്നതും ഈ കഥ പറയുന്നതൊക്കെ. അപ്പോൾ ജസ്റ്റ് എൻ്റെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബേസിലൊക്കെയാണ് അഭിനയിക്കുന്നതും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ് അതിനകത്ത്. അങ്ങനെ ആദ്യമായിട്ടൊരു ബസ് ഡ്രൈവറായിട്ടൊക്കെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ബസ് ഡ്രൈവർ ആകുന്നത് അല്ലേ? അല്ല, അങ്ങനെ ഒരു ഡ്രൈവറുടെ ഒരു സാധാരണ കാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള സാധാരണ ലൈൻ ബസ്സിലെ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനും ചിലപ്പോൾ എൻ്റെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ചിലപ്പോൾ വേറൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരും അങ്ങനെ കാസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇതിലത്തെ എല്ലാ കാസ്റ്റിങ്ങിലും അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ രാജേഷിൻ്റെ ഈ ആരോഗ്യം വെച്ചിട്ട് അയാൾ ഒരു സീരിയൽ കില്ലറായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി കാസ്റ്റിംഗ് ഇതിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഈ എനിക്കൊന്ന് ബേസിലിൻ്റെ തന്നെ ക്യാരക്ടർ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഗെറ്റപ്പാണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ഗെറ്റപ്പാണ്. ബേസിൽ പറയുന്ന ഡയലോഗുകളാണ്, ഇപ്പം ട്രെയിലറിലാണെങ്കിലും പറയുന്ന ഡയലോഗുകളാണെങ്കിലും വ്യത്യസ്തമാണ്. അത് സിനിമയിൽ വരുമ്പോൾ കുറേ കൂടുതൽ എനിക്ക് തോന്നുന്ന ട്രെയിലറിൽ കിടന്നുകൊണ്ടിട്ട് തലയിൽ അടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് എനിക്ക് തോന്നുന്നു ബേസിൽ ഇതിനു മുമ്പും അങ്ങനത്തെ ഡയലോഗുകൾ അലറി പറയുന്ന ഡയലോഗുകളുണ്ട്. അതിലും വ്യത്യസ്തമാവുന്നുണ്ടോ ഇതിനകത്ത്? ക്യാരക്ടറിന് അങ്ങനെ ഭയങ്കര ഡെപ്തോ ഡീറ്റെയിലിങ്ങുകളോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല. ബേസിക്കലി ഇതൊരു പ്രോപ്പർ ഒരു വ്യാളിച്ചെറുക്കൻ അത്ര. അപ്പോൾ ഒരു സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ആയിട്ട്. അപ്പോൾ പക്ഷെ അതൊരു ക്യാരക്ടർ സ്റ്റഡിയോ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ളൊരു കഥയോ അല്ല ബേസിക്കലി. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഡെപ്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും ഇല്ല ഈ സിനിമയിൽ. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ബസ്സിൽ ഒരു രാത്രി ഒരു അഡ്വഞ്ചറാണ് ഇവരുടെ എല്ലാം കൂടെ. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കഥയുമാണ്. അപ്പോൾ എല്ലാ സീനിലും ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. എല്ലാവർക്കും അവരുടേതായുള്ള ഒരു ഐഡൻറ്റിറ്റിയും കോസ്റ്റ്യൂമിലും ലുക്കിലും ചെറിയ മാനർസിസത്തിലൊക്കെ വരുന്നു, സംസാരത്തിലൊക്കെ അത് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ റിവൺ സിനിമയല്ല. അപ്പോൾ അതിന് അങ്ങനെ വലിയ വ്യത്യസ്തത എന്നുള്ള രീതിയിൽ പക്ഷേ ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പെർഫോമൻസ് വൈസ് ഒക്കെ ഒരുപാട്. ഇപ്പോൾ പൊന്മാനാണ് ഇപ്പോൾ ബേസിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ട് എല്ലാവരും പെർഫോമറായിട്ട് പറയപ്പെടുന്ന സംഭവം. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഈക്വലായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് ലൗഡാണ് മൊത്തത്തിൽ. വെറുതെ കോമഡി മാത്രമല്ല, അല്ലാതെ ലൗഡാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇപ്പോൾ പൊന്മാൻ കണ്ടു കഴിയുമ്പോൾ ഇതിലേക്ക് വരും വേറൊരു രീതിക്കാണ് ബേസിൽ മാറുന്നത്. അത് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ബേസിൽ. എനിക്ക് മൊത്തത്തിൽ ലുക്കിൽ വരെ ഒരു മാറ്റം ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ചധികം വൈബ്രൻസി കൂടിപ്പോയോ എന്നുള്ളൊരു പ്രശ്നമാണ് പുള്ളിയുടെ ക്യാരക്ടറിന്. അതായത് പോലീസ് സ്റ്റേഷന് ഈ നാട്ടിൽ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് OLX എടുത്തിട്ട് വിൽക്കാനിട്ടിരിക്കുകയാണ്, ഫോർ സെയിൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനാണ്. പോലീസ് സ്റ്റേഷൻ OLX വിൽക്കാനിടുന്നു, നാട്ടുകാർക്കൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു, ഒരു ശല്യമായിട്ട് മാറുന്നു എന്ന് പറയണ പോലത്തെയൊക്കെ ആയിട്ട് നാട്ടിൽ. പക്ഷെ പുള്ളിയുടെ ഇൻറ്റൻഷൻ നാട് നന്നാക്കുക, സമൂഹത്തെ സേവിക്കുക എന്നൊക്കെ പറയുന്ന ഇൻറ്റൻഷനാണ്. പക്ഷെ അത് എല്ലാം നേരെ തിരിഞ്ഞ പുള്ളി ചെയ്യുന്നതും പറയുന്നതൊന്നും കറക്റ്റായിട്ടല്ല സംഭവിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ. അപ്പോൾ അത് ഇപ്പോൾ ലവ് ലൈഫിലാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സിനിമയിലും പല പോയിന്റിലും ആവശ്യമില്ലാത്ത പുള്ളിയുടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ സിനിമയുടെ കഥാഗതിയെ പല രീതിയിലും മാറുകയും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ചെന്ന് അകപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂടെ അവസാനം ഒരു കേവോസും പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും അവസാനമൊക്കെ ആയിട്ടത് ഒരു വേറൊരു രസമുള്ളൊരു പരിപാടിയിലേക്ക് അത് എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.